ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. തമിഴിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്ന വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അതിലൊരു നിബന്ധനയും കൂടെ ഉണ്ട് ഈ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോംബോ ഒന്നും അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസുകൾ സെലക്ട് ചെയ്യാം, ഡിസ്കൗണ്ട് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാൻസുകൾ ഞാനൊന്ന് കാണിച്ചു പോകാം. വേഗത്തിൽ കുറച്ച് പ്ലാൻസ് ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കി എല്ലാ പ്ലാൻസും നമ്മുടെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യണം കേട്ടോ. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള നിബന്ധന, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന നിബന്ധനയും കൂടെ ഞാൻ പിന്നീട് പറഞ്ഞു പോകാം കേട്ടോ. അത് തന്നെ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കാണാം. ഇത് ഒരു കോസ്റ്റ് സ്പീഷീസ് വേരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്ലാന്റ് ആണ്. ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ലോണിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ്. മണ്ണിലാണ് പ്ലാന്റ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് സ്റ്റെമ്മൊക്കെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ നേരത്തെ കാണിക്കാറുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി, അഗ്ലോണിമ വൈറ്റ് ലെക്കാച്ചി എന്ന് പറയുന്ന പ്ലാന്റ്. അത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. അത് ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി ഫിഡില്ലി ഫിഗ് എന്ന് പറയും. ആ പ്ലാന്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതൊരു മീഡിയം സൈസിലുള്ളതാണ് വെച്ചേക്കുന്നത്. ഇതും ഇതിനേക്കാളും വലുതുള്ള പ്ലാന്റുകളാണ് കേട്ടോ കയ്യിലുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. പിന്നെ ഉള്ളത് ഫൈക്കസ് വെറൈറ്റി തന്നെ, നമ്മുടെ റബ്ബർ പ്ലാന്റ് എന്നൊക്കെ പറയില്ലേ, റബ്ബർ പ്ലാന്റ് വേരിഗേറ്റഡ് വെറൈറ്റി. നമ്മൾ റബ്ബർ പ്ലാന്റിൻ്റെ പല വെറൈറ്റികൾ കൊണ്ടുവരാറുണ്ട്. ഇതൊരു ക്രീമും പിന്നെ പച്ചയും കൂടെ ചേർന്നിട്ടുള്ള, ലൈറ്റ് പച്ചയും കൂടെ ചേർന്നിട്ടുള്ള വെറൈറ്റിയാണ്. അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. മണ്ണിലാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ച എല്ലാ പ്ലാന്റും മണ്ണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ടായിരിക്കും പ്ലാന്റ് വിടുക. പിന്നെ ഇത് നമ്മളുടെ മോൺസ്റ്റേറ വെറൈറ്റി ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റി. അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് നമ്മളുടെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി, ഫിലാഡൻഡ്രോൺ ബ്രസീൽ എന്ന് പറയുന്ന വെറൈറ്റി. ഇതാണ് പോട്ട് വരുന്നത്. പിന്നെ കുറച്ച് അഗ്ലോണിമ വെറൈറ്റി കാണിച്ചു പോകാം. അഗ്ലോണിമ ബ്യൂട്ടി. ഇത് പലരും പല പേരിലൊക്കെയാണ് പറയുന്നത്, പക്ഷെ കറക്റ്റ് പേര് ബ്യൂട്ടിയാണ്. പിന്നെ 10 ക്യാരറ്റ് സ്റ്റോക്കിലുണ്ട്. ഇത് പിന്നെ അഗ്ലോണിമ ഡയമണ്ട് റെഡ് സ്റ്റോക്കിലുണ്ട്. പിന്നെ അഗ്ലോണിമ ചൈന റെഡ് സ്റ്റോക്കിലുണ്ട്. ചൈന പിങ്ക് എന്നൊക്കെ പറയും, അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ അങ്കുലാത്ത എന്ന് പറയുന്ന പെപ്രോമിയ വെറൈറ്റി. ഇതിൻ്റെ തിരികൾ നോക്കി, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ ഇത് പെപ്പർ ഫാമിലിയിൽ പെടുന്ന പ്ലാന്റുകളാണ് പെപ്രോമിയ ഇതെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ തിരി പോലെ അങ്ങനെ വരുന്നത്. എല്ലാ പെപ്രോമിയ വെറൈറ്റിക്കും ഇങ്ങനെ വരുവേ. അപ്പോൾ അത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ഹാങ്ങിങ് വെറൈറ്റി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഡിഷിഡിയ വെറൈറ്റി ഒയാന്ത വേരിഗേറ്റഡ്, ഡിഷിഡിയ ഒയാന്ത വേരിഗേറ്റഡ്. പിന്നെ നമ്മുടെ പാം വെറൈറ്റി, ഇത് ബാംബു പാമ്പിൻ്റെ ചെറിയ പ്ലാന്റ്, അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ മൂൺഷൈൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന വെറൈറ്റി അല്ല, അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്റ്റോക്കിലുണ്ട്. മൂൺഷൈൻ്റെ ഒരു വെറൈറ്റി ഇതാണ്. നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഒരു കുറച്ച് വലിപ്പം വയ്ക്കുന്ന ലീഫുള്ളത് ഇതാണ്. ഇത് കുറച്ച് നാരോയ ആയിട്ടുള്ള ലീഫാണ് വരുന്നത്. ഇത് 2 വെറൈറ്റികളാണ് സ്റ്റോക്കിലുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റാണ് നമ്മളുടെ ഇതിൻ്റെ പേര് പറഞ്ഞു, പെന്നിവർട്ട് പേര് മറന്നു. പെന്നിവർട്ട് പ്ലാന്റ്. ഇത് പുറത്ത് ടാറിങ് നടക്കുവാണ് റോട്ടിൽ, അതുകൊണ്ട് ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു, ഭയങ്കര ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് പെന്നിവർട്ട് ഇങ്ങനെയായിരിക്കും കേട്ടോ പ്ലാന്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 15 ദിവസം കൊണ്ട് തന്നെ ചട്ടി നിറഞ്ഞോളും. നല്ല ഭംഗിയിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ അടിഭാഗം കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടേണ്ട വിധം കൂടെ ഞാൻ വേഗം പറഞ്ഞു പോകാം. ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ ഇതുണ്ട്. ഇത് നടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നടുക. കൂടുതൽ ചാണകപ്പൊടി ചേർക്കുക കേട്ടോ. മണ്ണ് കുറച്ച് മതി, ചാണകപ്പൊടി കൂടുതൽ ചേർക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളത്തിൽ പൊങ്ങി കിടന്നു എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു മിക്സ് നട്ടിട്ട് അതിലേക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്ന് വെച്ചും കുഴപ്പമില്ല, നട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. മീതെ പൊങ്ങി കിടന്നാലും അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിക്കോളും, വേഗത്തിൽ തന്നെ വളർന്ന് കിട്ടിക്കോളൂ കേട്ടോ. ചാണകപ്പൊടി കൂടുതൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വളർന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഫുൾ പോട്ട് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ഓർത്തു, പക്ഷേ മറന്നുപോയി കൂടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നല്ല ഭംഗിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൈസ് ആയിരിക്കും കേട്ടോ പ്ലാന്റ് വരിക.
നല്ല ഭംഗിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് നമ്മൾ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ വലിയ വൈറ്റ് പോട്ടിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ നിറച്ച് ഇലകളായിട്ട് അങ്ങനെ എടുത്ത് ഒരു 10 സ്റ്റെം എന്നൊക്കെ ഞാൻ പറയാനും 10ഒന്നും അല്ല കേട്ടോ, അതിൽ കൂടുതലൊക്കെ എന്തായാലും ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും കേട്ടോ, അത് പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഭംഗി ഉണ്ടാവില്ല എന്ന് ഉണ്ടാകും, പക്ഷേ നല്ല ഭംഗിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളിത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയേ വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അത് കാണിച്ച് തരണത്. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാറ്റി വെക്കാനല്ലേ, കാണിച്ച് തന്നിട്ട് പറയണത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സ്റ്റോക്കിലുള്ള പ്ലാന്റ് നമ്മൾക്ക് കലാത്തി അധികം സ്റ്റോക്കില്ല, കലാത്തി ഈ ഒരു വെറൈറ്റി മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. ഇത് റാറ്റിൽ സ്നേക്ക്. പിന്നെ ഇത് നമ്മളുടെ ഇതെന്താ ഏത് വെറൈറ്റി ബില്ലറ്റ് ഇത് നമ്മളുടെ ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ലീഫ് നല്ല നീളം വയ്ക്കും. നമ്മുടെ ഇതല്ല ബേൾമാക്സ് അല്ല, സാധാരണ നാടൻ വെറൈറ്റി അതല്ല. ഈ ഇല നല്ലതായിട്ട് നീളം വെച്ച് അങ്ങനെ വരും കേട്ടോ. ഇതായത് പിന്നെ നമ്മളുടെ സി സി പ്ലാന്റ് ഡ്വാർഫ് വെറൈറ്റി ഇതും ബ്ലാക്ക് വെറൈറ്റി ഇതും കേട്ടോ. ഇതിപ്പോൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള ഇലയാണ്. ഞാൻ മാക്സിമം ഇത് മാറ്റിയിട്ടാണ് വിടുന്നത്. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ വീഡിയോയിൽ ഇത് കണ്ടു വെച്ചും പ്രശ്നമില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് പ്രൊപ്പഗേഷനാണ് സി പ്ലാന്റുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ ലീഫ് കൊഴിഞ്ഞു പോയി അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, ഞാൻ വീഡിയോകളിൽ പറയാറുണ്ട്. എന്നാലും ചിലവരുടെ കയ്യിലാണെങ്കിൽ ഇത് പെട്ടെന്ന് ഞാൻ മാറ്റാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുമ്പോൾ ലീഫ് കരിഞ്ഞു പോയല്ലോ എന്നുള്ള വിചാരം വേണ്ട കേട്ടോ. അത് ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മോൺസ്റ്റേറ പെറു ഇത് എപ്പോഴും സ്റ്റോക്കിൽ വരുന്നതല്ല, ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നോക്കിക്കോളൂ. പിന്നെ അഗ്ലോണിമ വെറൈറ്റി തന്നെ സ്റ്റാർഡസ്റ്റ് പിന്നെ നമുക്കുള്ളത് ഇത് ഏതാ വെറൈറ്റി, അയ്യോ പേര് മറന്നുപോയല്ലോ, ഇത് ആകെ അങ്ങോട്ട് ബ്ലാങ്ക് ആയി പോണു, ഒന്നും കിട്ടണില്ല കേട്ടോ പേര്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് എവിടെയെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. ശ്രീചേട്ടനും ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കിട്ടുന്നില്ല കേട്ടോ, അത് ഞാൻ പറയാം, കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. എപ്പോഴും പറയുന്ന പേരാ, പക്ഷെ ചിലപ്പോൾ വീഡിയോയുടെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഇതെന്താ സഫ്ലോറ പ്ലാന്റ് മിനിയേച്ചറാണ്. ഒരു പോട്ടിൽ 2 എണ്ണമാണ് ഇങ്ങനെ. പിന്നെ സ്റ്റോക്കിലുള്ള പ്ലാന്റ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പോത്തോസ്, എൻജോയ് പോത്തോസ് ഇങ്ങനെയാണ് കേട്ടോ. തിക്ക് പോട്ടാണ് വരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇത് അഗ്ലോണിമ വെറൈറ്റി ഒരു നാരോ ലീഫ് വൈറ്റ് സ്റ്റെം വരുന്ന നാരോ ലീഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റെം വരുന്ന ഷൂട്ടുകൾ വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത സ്റ്റെമ്മിൻ്റെ പാടുണ്ടാവും. പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാടുണ്ടാവും. അത് കണ്ടോ, ഇതിൽ 2 കട്ട് ചെയ്ത പാടുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ആന്തൂറിയം വെറൈറ്റി ആകെ സ്റ്റോക്കിലുള്ളത് നമുക്ക് ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് മാത്രം സ്റ്റോക്കിലുള്ളൂ കേട്ടോ. ഇത് മാത്രം, ഇത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു കളറ്. പിന്നെ ഉള്ളത് ഇത് നമ്മളുടെ സനഡു ഫിലാഡൻഡ്രോൺ വെറൈറ്റി സനഡു. ഇത് ഗോൾഡ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മണ്ണിലാണ് അത് വന്നേക്കുന്നത് കേട്ടോ. ഇത് സനഡു ഗ്രീൻ ഇങ്ങനെ, ഇത് മണ്ണിലാണ് വന്നേക്കുന്നത്. ഇത് നമ്മളുടെ ഹോമിലോമിന ഗ്രീൻ ഗോൾഡ്. ഇത് ഗോൾഡ് ഇത് തന്നെയാണ് കേട്ടോ. അത് ഇത് 3 മണ്ണിൽ ഇത് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ മണ്ണിലാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ മണ്ണ് കുറച്ച് മാറ്റിയിട്ടായിരിക്കും വിടുക. ഞാനിത് മണ്ണിലെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെയിറ്റ് അധികമായിരിക്കും. അപ്പോൾ നമ്മൾ മണ്ണ് എന്തായാലും മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പ്ലാന്റ് അവിടെ വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മണ്ണിലാണോ കോക്കോപീറ്റിലാണോ ഒരു പ്ലാന്റ് വന്നേക്കുന്നതെന്ന് കേട്ടോ. കോക്കോപീറ്റ് ആണെങ്കിൽ ഫുള്ള് കോക്കോപീറ്റ് കളഞ്ഞിട്ട് വേണം നടാൻ കേട്ടോ. ഇതൊരു വെറൈറ്റി അഗ്ലോണിമയുടെ മിക്സ് ചെയ്ത് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഒരു പോട്ടിൽ 3 പ്ലാന്റുകളായിരിക്കും. ഇങ്ങനെയാണ് തിക്കായിട്ട് സെറ്റ് ചെയ്യാനുള്ളവർക്ക് ഇത് വാങ്ങിക്കാമേ. പിന്നെ നമ്മുടെ പീസ് ലില്ലി ഇങ്ങനെ, ഇത് മണ്ണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിച്ച 5 പ്ലാന്റ് മണ്ണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ. കുറച്ച് പ്ലാന്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ, പെട്ടെന്ന് അങ്ങോട്ട് കാണിച്ചു പോയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്യാം. ഇത് കൂടാതെ ഇനിയും കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കാറ്റലോഗ് ഇടാൻ പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാറ്റലോഗ് ഇട്ട് തന്നേക്കാമേ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് കാറ്റലോഗ് എടുത്തിട്ട് കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഈ പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് മിനിമം 750 പ്ലാൻസുകൾ നിങ്ങൾ ഓർഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ആയിരിക്കും കിട്ടുക. നമ്മൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10% ഡിസ്കൗണ്ട് ആണ് തരുന്നത്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അപ്പോൾ പ്ലാൻസ് എമൗണ്ടിൻ്റെ 750 പ്ലാൻസ് ടോട്ടൽ നിങ്ങൾ കാർട്ട് ആഡ് ചെയ്യുമ്പോൾ 750 വരണം. അതിൻ്റെ 10% 750 പ്ലസ് മുകളിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. മിനിമം 750 ആയിരിക്കണം എന്ന് മാത്രം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ 750 താഴെയാണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാൻസുകൾ നമുക്കത് ഈ പ്ലാൻസുകളല്ല കേട്ടോ, കാറ്റലോഗിൽ ഏത് പ്ലാൻസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാറ്റലോഗിൽ നിന്ന് കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോട്ടൽ പ്ലാൻസ് എമൗണ്ടിൻ്റെ 10% 750 മിനിമം വേണം. 10% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ നേരത്തെ 5% തന്നു, ഇപ്പോൾ 10% ഇനി കൂട്ടി നമ്മൾ ഓരോ പ്രാവശ്യങ്ങൾ തരും കേട്ടോ. പിന്നെ ഒരു നിബന്ധനയും കൂടെ ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ മിനിമം 750 ആണ് വേണ്ടത്. പിന്നെ ഒരു നിബന്ധനയും കൂടെ ഉള്ളത്, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ 2 ദിവസം, അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തിങ്കളും ചൊവ്വയും ഡേറ്റ് എത്ര? ചൊവ്വാഴ്ചയുടെ 5-ാം തീയതി 5-ാം തീയതിയും കൂടെയാണ് കേട്ടോ. ഈ 2 ദിവസം മാർച്ച് 5-ാം തീയതിയും കൂടെ. ഇത് വീഡിയോ പിന്നീട് കാണുന്നവർ 5-ാം തീയതി നോക്കിയിരിക്കേണ്ട. മാർച്ച് 5-ാം തീയതി 2024 അതുവരെയാണ് നമുക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടുക കേട്ടോ. 10% ഡിസ്കൗണ്ട് കിട്ടുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. മിനിമം 750 പ്ലാൻസ് ഓർഡർ ചെയ്യണം. കൂടാതെ ഈ 2 ദിവസം കൂടെ, അതായത് ഇന്നിപ്പോൾ 3, 4, 5 മാർച്ച് 3, 4, 5 2024 ഈ ദിവസങ്ങളിലാണ് ഈ നിബന്ധന ഉണ്ടായിരിക്കുക, ഈ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓർഡർ ചെയ്തോളൂ. നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല അവസരമാണ്. പിന്നെ ഇനിയിപ്പോൾ 10% വന്നേക്കുന്നത്, ഇനി നമ്മൾ ഡിസ്കൗണ്ടുകളുടെ ഇത് കൂട്ടുന്നതാണ് കേട്ടോ. പെർസെൻറ്റേജ് കൂട്ടുന്നതാണ് കേട്ടോ. എല്ലാവർക്കും കൂടെ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ നമ്മൾ ഓഫർ വെച്ചിട്ട് 1-2 പേർക്കൊക്കെ അല്ലേ അത് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കും സങ്കടമായിരുന്നു ഇങ്ങനെ ഒരു ഓഫർ വെക്കണം എന്നുള്ളത്. ഇനി നമ്മൾ ക്ലിയറൻസ് സെയിലൊക്കെ വെക്കാം കേട്ടോ. ഇനിയും വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ആ കാരണം ഞാൻ പിന്നീട് പറയാം കേട്ടോ, എന്താ കാരണം എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ പ്ലാൻസുകളൊക്കെ വേഗം ഓർഡർ ചെയ്തോളൂ. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളുടെ പള്ളിയിലെ തിരുനാളാണ് അടുത്ത ഞായറാഴ്ച, മാർച്ച് 10-ാം തീയതി തിരുനാളാണ്. അപ്പോൾ എല്ലാവരെയും നേരത്തെ തന്നെ ക്ഷണിക്കുന്നു. വെള്ളാരപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ച്, വെള്ളാരപ്പള്ളി, നമ്മുടെ കാലടി അടുത്തുള്ളൊരു പള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഔസേപിതാവിൻ്റെ ഊട്ട് തിരുനാളാണ് മാർച്ച് 10-ാം തീയതി. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഊട്ട് സദ്യ ആവുമ്പോൾ അറിയാലോ, എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യ ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുന്നു കേട്ടോ. പപ്പടം പഴം പായസം ഉള്ള സദ്യയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുന്നു കേട്ടോ. അഡ്വാൻസ് ആയിട്ട് ക്ഷണിക്കുന്നു. അടുത്ത ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരാഴ്ചയുണ്ട്. പ്ലാൻ ചെയ്യണവർക്കൊക്കെ പ്ലാൻ ചെയ്യാമേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.